മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടെ നിങ്ങളെ പരിപാലിക്കട്ടെ. സങ്കടങ്ങളിലും വേദനകളിലും ആശ്വാസമായി ഈ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വഴിതെറ്റാതെ ഈ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ഇന്ന് സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ കാത്തുപാലിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അവനെ അയക്കും. ഈശോ ശിഷ്യന്മാരിൽ നിന്ന് വേർപിരിയാനുള്ള സമയമായി എന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു സങ്കടപ്പെടുക, വേദനപ്പെടുക. കാരണം അതുവരെ ആശ്വാസമായി കണ്ടിരുന്നവനാ എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ വഴിയിലേക്ക് വന്നു. പെട്ടെന്നൊരു ദിവസം അവൻ പറയുകയാണ്, ഞാനിതാ പോകുന്നു എന്ന്. സങ്കടപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, ഞാൻ പോയാൽ നിത്യസഹായകനെ നിങ്ങളുടെ കൂടെ അയക്കും. ഞാൻ പോയെങ്കിൽ മാത്രമേ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരികയുള്ളൂ. ഈശോ പോകുന്ന പിതാവിൻ്റെ അരികിലേക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കാനും ആ പിതാവിനോട് നിത്യസഹായകനെ നമ്മിലേക്ക് അയക്കാൻ പ്രാർത്ഥിക്കാനുമായിട്ടാണ് ഈശോ പോയെന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശിഷ്യന്മാർക്ക് ഈശോയുടെ പിതാവിൻ്റെ അരികിലേക്കുള്ള പോക്ക് ഒരു നഷ്ടമായി അവർ കരുതി. പക്ഷേ ദൈവം ആ നഷ്ടത്തെ കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ സങ്കടപ്പെടും, വേദനിക്കും. ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വേദനിക്കും. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പോയി പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ വിജയിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നീറും. ഒത്തിരി പ്രാർത്ഥിച്ചൊരു പുതിയ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്രതിസന്ധികളിൽ നമ്മുടെ ഹൃദയം വേദനിക്കും. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും നേടാത്തുമ്പോൾ ആ അവസ്ഥയിൽ നമ്മളൊക്കെ കരയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതൊക്കെ നമുക്ക് നഷ്ടമാണ്. ചില ജോലികൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ആ ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ അത് നഷ്ടപ്പെടുന്നു. ചില പരീക്ഷകളിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഈ പരീക്ഷയിൽ ഞാൻ വിജയിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം കരകയറുമായിരുന്നു നമ്മൾ കരുതുകയാണ്. അതുപോലെ തന്നെ കൃഷി, ചില നഷ്ടങ്ങൾ കൃഷിയിടങ്ങളിലുണ്ടാകാം. അത് ലഭിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒന്ന് പച്ചപിടിച്ചേനെ നമ്മൾ പറയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളായി കരുതുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചില പരാജയങ്ങളുണ്ടല്ലോ, അതിനെ ദൈവം പുതിയ രൂപത്തിൽ അനുഗ്രഹമാക്കി മാറ്റുമെന്നാണ് ഇന്നത്തെ തിരുവചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഈശോ പിതാവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ അയക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളായിട്ട് നമ്മൾ കരുതുന്നതിനെ പുതിയ രൂപത്തിൽ ദൈവം അനുഗ്രഹമായിട്ട് നൽകും. ചില പരീക്ഷകളിലെ പരാജയങ്ങൾ അത് നിന്നെ കൂടുതൽ നന്മയിലേക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ടാവാം. ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൂടുതൽ നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എവിടെയെങ്കിലും നല്ല നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് പ്രാർത്ഥന വിട്ട് ജീവിക്കുകയല്ല നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷകളിൽ പരാജയങ്ങളുണ്ടാകുന്ന നിമിഷങ്ങളിൽ, ചില നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലുണ്ടാകുന്ന നിമിഷങ്ങളിൽ, ചില ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നീ നഷ്ടമായി കരുതുന്നത് പുതിയ രൂപത്തിൽ നിനക്ക് നൽകാൻ ദൈവമൊരുക്കുന്ന അനുഗ്രഹമാകാം. പരാജയത്തിൻ്റെ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഉറപ്പിക്കണം, ഇതിനേക്കാൾ വലുത് ദൈവം എനിക്കായി കരുതി വച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സകല കാര്യങ്ങളെയും, നമ്മൾ പോകുന്ന വഴികളെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈ ദിവസം
മുഴുവൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിലെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും അങ്ങയുടെ അനുഗ്രഹവും കൃപയും ഇവരിൽ നിറയട്ടെ. ഈ ദിവസത്തിൻ്റെ സകല കാര്യങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഇവരുടെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. ഇവർ പോകുന്ന വഴികളിൽ ഇവരുടെ കരം പിടിക്കണമേ. ഇവരുടെ അധ്വാനങ്ങൾ തളരാതെ ഇവരെ സഹായിക്കണമേ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.